ചെങ്ങല ഇട്ടിട്ട് പിന്നെ നല്ല ഒരു ചെറു വടം കയറ് കെട്ടി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് അരമണിക്കൂർ നടത്തിക്കൊണ്ടുപോയി, 1/2 കിലോമീറ്റർ നടത്തി എന്നെ കൊണ്ടുപോയത്. അപ്പോൾ 14 days എന്നാണ് പറഞ്ഞത്, പക്ഷേ 52 days 52 ദിവസം ജയിലിൽ കടന്നു. എനിക്ക് UP വിടാനോ നോർത്ത് വിടാനോ യാതൊരു ആഗ്രഹമില്ല. പക്ഷേ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പം നമ്മൾ പെർമിഷൻ ഇല്ല ചെല്ലാനായിട്ട്. UPയിലെ ജയിലിൽ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ വ്യാജ ആരോപണത്താൽ 52 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ദൈവദാസനാണ് ഇന്ന് എന്നോട് കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് തോമസ്. പ്രൈസ് ലോ പാസ്റ്റർ. പാസ്റ്റർ സ്വദേശം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കരിക്കം എന്ന് പറയുന്ന സ്ഥലമാണ്. എത്ര വർഷമായിട്ട് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നു? 22 years, 22 വർഷമായിട്ട്. 22 വർഷമായിട്ട് UPയിലാണോ അതോ? അല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലായിരുന്നു. എവിടെയൊക്കെ പ്രവർത്തിച്ചു? കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ, മധ്യപ്രദേശ്, ബീഹാർ, നോർത്ത്, ആൻഡ് പാട്ന, ആൻഡ് 10 വർഷമായിട്ട് UPയിലാണ്. 10 വർഷമായിട്ട് UPയിൽ പ്രവർത്തിക്കുക. അതിന് മുമ്പ് ജമ്മു കാശ്മീരിലാണ് തുടക്കം. ഇത് ആരുടെ കൂടെ ജമ്മു കാശ്മീരിൽ പോയെ? ജമ്മു കാശ്മീരിൽ പോയത് സ്റ്റാൻലി എന്ന് പറയുന്ന ദൈവാസൻ. സ്റ്റാൻലി സോളമൻ. എൻ്റെ സ്നേഹിതനാണ് പത്തനാപുരം. സ്റ്റാൻലി സോളമനെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയത് സ്റ്റാൻലി സോളമനാണ്. ഓക്കെ. അവിടെ എത്ര വർഷം കാശ്മീരിൽ പ്രവർത്തിച്ചു? 2 വർഷം. 2 വർഷം കാശ്മീരിൽ പ്രവർത്തിച്ചു. ഓക്കെ. അതിനുശേഷം ഇപ്പം UPയിലായിട്ട് 22 വർഷമായി. 10 വർഷമായി. 12 വർഷമായി ഓൾമോസ്റ്റ്. ഓക്കെ. UPയിൽ എവിടെയായിരുന്നു? UPയിലെ ബലിയ ഡിസ്ട്രിക്റ്റിൽ സിക്കന്ദർപൂർ എന്ന സ്ഥലത്താണ്. ബലിയ ഡിസ്ട്രിക്ട് ക്വാർട്ടേഴ്സ് നിന്ന് 33 കിലോമീറ്റർ ഉള്ളില്ല. ഈ ബലിയ എന്ന് പറയുന്ന ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ വാരാണസിയിൽ നിന്ന് തന്നെ ദൂരത്തിലാണ്? വാരാണസിയിൽ നിന്ന് ഒരു 160 കിലോമീറ്റർ വരും. ഡിസ്റ്റൻസ് ഉണ്ടോ? ഇതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ? ഏറ്റവും UPയിലേക്ക് ഏറ്റവും ഡെവലപ്പ് അല്ലാത്ത ഏരിയയാണ്, ഒരു ജില്ലയാണ് ബലിയ. ഓക്കെ. ബലിയ ജില്ലയാണ് ഏറ്റവും പൂറായിട്ടുള്ള ജില്ല. എന്ത് അവിടുത്തെ ഇത്രയും പൂറാകാൻ കാരണം അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. ഓക്കെ. പിന്നെ കാസ്റ്റിസം, അൺടച്ചബിലിറ്റി, ആ രീതിയിലുള്ള ആൾക്കാർ അടിച്ചമർത്തപ്പെട്ട ജനതയാണ് അവിടെ. ഓക്കെ. റിമോട്ട് ആയിട്ടുള്ള ഏരിയയാണ് അത്. ഉത്തരേന്ത്യയിൽ എല്ലാ മേഖലകളിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ജില്ലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ദാരിദ്ര്യാവസ്ഥയിലാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്തോ അവരുടെ ഉപജീവന മാർഗം എന്തുവാ? അവരുടെ ഉപജീവന മാർഗം മെയിനായിട്ട് കൃഷിയാണ്. എന്ത് കൃഷിയാണ്? ഗോതമ്പ് കൃഷി, പിന്നെ നെൽകൃഷി. ഓക്കെ. പിന്നെ മറ്റു ഈ നമ്മുടെ സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. ഓക്കെ. ഈ മേഖലയിലൊക്കെ ഇപ്പോൾ UP ഗവൺമെൻറ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അവിടെ ഭരണം നടത്തുന്നു, വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു UPയിൽ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വിദ്യാഭ്യാസം, സ്കൂള്, ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. ഡെവലപ്മെൻറ്റ് നടന്നില്ലെന്ന് പറഞ്ഞു. ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. റോഡുകളൊക്കെ നല്ല ഡെവലപ്പായി. റോഡ് ഞാൻ ചെന്ന സമയത്ത് റോഡേ ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. പിന്നെ കറണ്ട് അങ്ങനെ സംഭവമില്ലായിരുന്നു അവിടെ. ഇല്ല. കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് അവിടെ കറണ്ട് വന്നത്. അത് ബേസിക് ആയിട്ടുള്ള മാറ്റമാണ്. ഓക്കെ. പക്ഷേ ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള മാർഗങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അവരെല്ലാം സൗത്ത് ഇന്ത്യ ആശ്രയിക്കുകയാണ്. സൗത്ത് ഇന്ത്യ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് അവിടുന്ന് ഓരോ വില്ലേജിലെ ഭായിമാർ ചെറുപ്പക്കാര് കൂട്ടത്തോടെ പലായനം ചെയ്ത് ജോലിക്ക് വേണ്ടി ഇവിടെ വരികയാണ്. തമിഴ്നാട്, കേരളം ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പ്രധാനമായിട്ടും ഈ ആളുകളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടോ അവിടെ? സ്കൂളുകളൊക്കെ ഉണ്ടോ? സ്കൂളുകളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിലും ആശ്രയിക്കുകയാണ്. ഈ കത്തോലിക്ക സ്കൂളുകളുണ്ടോ അവിടെ ആ മേഖലയിലൊക്കെ? ആ മേഖലയില്ല. ഞാൻ നിൽക്കുന്ന മേഖല കത്തോലിക് സ്കൂളുകളേ ഇല്ല. പ്രവർത്തനം മലയാളികളും കത്തോലിക്കരുടെ പ്രവർത്തനങ്ങളൊന്നും ഇല്ല. സാധാരണഗതിയിൽ ഒരു ചർച്ച ഉണ്ട് അവർക്ക്. എല്ലാ മേഖലകളിലും കത്തോലിക്കർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണുമല്ലോ. ഓക്കെ. എനിവേ, ഈ പാസ്റ്റ് അവിടെ എന്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു? ഞാൻ അവിടെ മെയിൻലി ചർച്ച് മിനിസ്ട്രിക്കാണ് ചെന്നത്. അതെ. അപ്പോൾ പിന്നെ സോഷ്യൽ വർക്ക് ചെയ്യണമെന്നുള്ള വലിയ എനിക്ക് ദർശനം ഉണ്ടായിരുന്നു. ഓക്കെ. എന്ത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ അവരെ അപ്രോച്ച് ചെയ്യുക, അവർക്ക് ഉള്ള ചെറിയ ചെറിയ ട്യൂഷൻ ക്ലാസ് എടുക്കുക. ഓക്കെ. ഹെൽത്ത് അവയർനെസ്. കാരണം ഈ
ചെറിയ കുഞ്ഞുങ്ങൾക്കല്ല, ഹൈസ്കൂൾ പിള്ളേർക്കുള്ള ചെറിയ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അവർക്കുള്ള ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അത് ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്യൂഷൻ എടുക്കുക. എടുക്കുക. അപ്പോൾ അത് കുട്ടികൾ വരും, അവരും വരും. അവർക്ക് പേരൻസിനും ആ സമൂഹത്തിനും വളരെ അക്സെപ്റ്റബിൾ ആയിരുന്നു. അവർ വളരെ താല്പര്യമായി. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് അവർ ക്ലാസ് എടുക്കുക. ഫ്രീ ആയിട്ട് എടുക്കുക, അല്ലാതെ ചെറിയൊരു ഫീസ് വെച്ചാൽ നമുക്ക് ഉപജീവനത്തിനുള്ള കാര്യം കിട്ടത്തില്ല അതിനകത്തൊന്നും. ഇല്ല, ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇല്ലായിരുന്നു. ഈ ഫ്രീ ആയിട്ടാവുമ്പോൾ അതൊരു വലിയ ബേർഡൻ അല്ലേ? കാരണം ഇത്രയധികം കുട്ടികൾ വരും, ഇവരെല്ലാം ചെറിയ ക്ലാസ്സുകളാണ്. ഒരു 10 സ്റ്റുഡൻസ് അങ്ങനെ ഒരു ഇടത്തിലും നടത്തുന്നത്, പലയിടത്തായിട്ട് നടത്തുന്നത്. അങ്ങനെ അവർ അപ്രോച്ച് ചെയ്താണ് ഞാൻ അവരോട്ട് കോണ്ടാക്ട് ആവുന്നത്, അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത്. പിന്നെ ഈ നാഷണൽ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ആ പിള്ളേർക്ക് അതിനുള്ള നമ്മുടെ നാഷണൽ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, ദേശസ്നേഹം, അങ്ങനെയൊക്കെയുള്ള ചില അതെല്ലാം കൊടുക്കുമായിരുന്നു. ഇതെല്ലാം കൊടുത്തിട്ടും ഇവർ പിടിച്ച് ജയിലിലിട്ടു. അതായത് പിന്നെ പാസ്റ്റേ, ശരിക്കും പാസ്റ്റർ സ്വദേശം കൊട്ടാരക്കരയാന്ന് പറഞ്ഞല്ലോ, കരിക്കമാന്ന് പറഞ്ഞു. കരിക്കത്തുനിന്ന് പിന്നെ കരിക്കത്തെ ബേസ് എന്തുവാ, എങ്ങനെയുള്ള കുടുംബമായിരുന്നു? നേരത്തെ മുതൽ വിശ്വാസികളായിരുന്നോ അതോ? ഇല്ല, എൻ്റെ പപ്പ മുതലാണ് ഞങ്ങൾ വിശ്വാസികൾ. എങ്ങനെയാ? പപ്പ ഈ മൺമറിഞ്ഞ ആശാരദർശി PV ആശാരദർശിയുടെ ഒരു മീറ്റിങ്ങിലാണ് രക്ഷിക്കപ്പെടുന്നത്. പിന്നെ ആശാരദർശിയുടെ കൂടെ ശിഷ്യനായിട്ട് പുള്ളി ആശാരദർശിയുടെ ശിഷ്യനായിരുന്നു. ഫാദറിന്റെ പേരെന്തുവാ? മിന്നൽ തോമസ്. അതിനെ പുള്ളി മിന്നൽ തോമസ് എന്ന് വിളിക്കുന്നത്. വളരെ ആക്റ്റീവാണ്. ആശാരദർശിയുടെ അത് ഒരു ശൈലിയാണ്. അങ്ങനെ അവിടെ പ്രസംഗിക്കുമായിരുന്നു. പിന്നെ മിന്നൽ തോമസ് എന്ന പേര് വരാൻ കാരണം എന്ത്? ആശാരദർശിയുടെ ശൈലിയാണ്. അങ്ങനെ പപ്പ വളരെ അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ ആക്റ്റീവാണ്. സുവിശേഷ പ്രശ്നങ്ങളിൽ പരസ്യയോഗം നടത്തി ആശാരദർശിയുടെ ആവേശത്തോടെ വളരെ ആവേശമാണ്. ആ ആവേശം എനിക്കും കിട്ടി. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്. മൂത്ത ആളാണ് ഞാൻ. എനിക്ക് മൂത്തൊരു ചേച്ചി സഹോദരിയുണ്ട്, പിന്നെ അനിയനുണ്ട്. അനിയൻ എന്തോ ചെയ്യുന്നു? അനിയൻ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ. അപ്പം പിന്നെ കൊട്ടാരക്കരെ അങ്ങനെ ജനിച്ചു വളർന്നു. ആശാരദർശിയുടെ ശിഷ്യനായിരുന്നു പിതാവ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നു. അപ്പൊ സുവിശേഷ വേലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. എവിടെ പഠിച്ച്? ബൈബിൾ കോളേജ്, ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചു. അവിടെ പഠിച്ചാണ് ഈ പിന്നോട്ട് കേരളത്തിൽ വന്ന് സഭാ പ്രവർത്തനം. ഇല്ല, ഞാൻ അവിടെ പഠിക്കുന്നപ്പോൾ എനിക്ക് യാതൊരു പ്ലാനിങ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പേരാണെന്ന് യാതൊരു അങ്ങനെ ചിന്തയില്ലായിരുന്നു. ജസ്റ്റ് പോയി പഠിക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഗ്രേസിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയമാണ്. അപ്പം നോർത്ത് ഇന്ത്യയിൽ പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ, നമ്മുടെ നിത്യൽ വിശ്രമിക്കുന്ന പിള്ള സാറാണ് എന്നെ വിളിച്ചിട്ട് ജോസ് നോർത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ പാസ്റ്റർമാരുടെ ബഹളമാണ്, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. പോൾ പിള്ളയുടെ ഒരു നിർദ്ദേശമാണ് കാരണമായി തീർന്നത്. ഓക്കെ, നമുക്ക് ഇത് പറയുമ്പോൾ ഗ്രേസ് ബൈബിൾ കോളേജിനെ കുറിച്ച്, ഗ്രേസ് സെമിനാരിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയേണ്ടതും ഓർക്കേണ്ടതുമായ ഒരു സ്ഥാപനമാണ് ഹരിയാനയിലെ ഗുഡ്ഗാവിലുണ്ടായിരുന്ന ഗ്രേസ് ബൈബിൾ കോളേജ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ദൈവവചനം പഠിക്കുകയും അവരിൽ നിരവധി പേര് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ദർശനത്തോടെ ആരംഭിച്ചൊരു സ്ഥാപനമായിരുന്നത്. അത് KV പോൾ പിള്ള എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് പാസ്റ്റർ ജോസ് തോമസ് പഠിച്ചത്. അതിനുശേഷമാണ് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ. വിവാഹിതനാണോ? അഭിവാദനാണ്. എവിടെയാ ഭാര്യയുടെ വീട്? ഏനാത്ത്. ഓക്കെ. മക്കൾ എത്ര? ഒരു മോളുണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. ഓക്കെ. ജോസ്ന എന്ന പേര്. ഓക്കെ. മോള് എന്ന പ്രായമായി? മോള് 13 വയസ്സായി. 13 വയസ്സായി. അപ്പോൾ ഈ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പം മോളെ കൊണ്ടുപോയോ അതോ? ഇല്ല, കൊണ്ടുപോയില്ല. അപ്പം മോളിപ്പോൾ വളരെ കരച്ചിലും ഒക്കെ ആയപ്പോൾ പറഞ്ഞ് മോളെ പപ്പയെ 1 മണിക്കൂറിനകത്ത് വിടാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പോലീസ് നിങ്ങളുടെ മോളെ ഇവിടെ അയൽപക്കത്തുനിന്നാക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഒരു നെയ്ബർ, ഒരു മുസ്ലിം ഫാമിലി മോളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നിട്ട് ഓഫീസ് നമ്പർ അറിയായിരുന്നു. അപ്പോൾ മോള് ഓഫീസിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് വണ്ടിയായിട്ട് വന്ന് മോളെ പാട്നയിലോട്ട് കൊണ്ടുപോയി. വൈഫോ? വൈഫിന് ഇപ്പം ശാരീരിക അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് നാട്ടിലെ ചികിത്സയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഭാര്യ ഇല്ലായിരുന്നു സ്ഥലത്ത്? സ്ഥലത്ത് ഭാര്യ ഇല്ലായിരുന്നു. ഓക്കെ.
അപ്പോൾ എന്നിട്ട് പിന്നെ എന്തു സംഭവിച്ച ശരിക്കും അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോഴും ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾക്ക് നല്ല ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഞാൻ മീറ്റിംഗ് നടത്തുന്നതൊക്കെ. അപ്പം ഈ 5 വർഷം എബോവ് 5 വർഷമായി, ഒരു 7 വർഷം, ഈ റീസെൻറ്റ് ലാസ്റ്റ് 7 ഇയേഴ്സ് മുതൽ അല്പ തടസ്സങ്ങൾ. അത് ഈ ലോക്കൽ ആളുകളാണോ തടസ്സം ഉണ്ടാക്കുന്നത് അതോ പുറത്തുനിന്നുള്ളവരാണോ? അത് തടസ്സം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം ഇത് അവെയർ ആയി കഴിഞ്ഞു. ഈ ടി വിയിലൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ അവർക്ക് എല്ലാവർക്കും ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ, മതപരിവർത്തനം സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വാർത്തയിൽ വരുന്നു. അപ്പോൾ നമ്മളെ ആ രീതിയിൽ അവർ കാണാൻ തുടങ്ങി, നിങ്ങൾ കുഴപ്പക്കാരെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ എനിക്ക് നേരിട്ടൊരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ഷനോ ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ അവിടെ അങ്ങനെ തടസ്സങ്ങൾ പബ്ലിക്കിൽ നിന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെ? അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇതെന്നാ ഫെബ്രുവരി മാസത്തിലെ 22 അപ്പോൾ ഡിസംബർ 25 ക്രിസ്മസ് സീസണിൽ ഞാൻ വലിയൊരു മീറ്റിംഗ് നടത്തിയായിരുന്നു. അതെ, 500-600 പേര് കൂടിയ ഒരു വലിയ മീറ്റിംഗ്. എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. അത് സിറ്റിയിൽ എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാ വർഷവും നടത്തും, എല്ലാ വർഷവും ഞാൻ. അപ്പം നമുക്ക് 25 അല്ലേ, അപ്പം നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്ക് ക്രിസ്മസ് അതൊരു ടൈറ്റിൽ വെച്ച് നമ്മൾ നടത്തിയ. അപ്പോൾ ആ ദിവസം തന്നെ അവരുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ പാർട്ടിക്കാരുടെ. അപ്പോൾ അവർ നോട്ടീസ് ചെയ്തു നമ്മളിങ്ങനെ വലിയ പരിപാടി നടത്തുന്നത്. അത് അതിനുശേഷമാണ് നമ്മളിങ്ങനെ നോട്ടം വിട്ടിരിക്കുക. അത് നമ്മളെന്താ ചെയ്യുന്നതെന്നൊക്കെ അവർ അന്വേഷിച്ചു. ഓക്കെ. അങ്ങനെ പോലീസ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വരികയാണ്. യാതൊരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു. മീറ്റിംഗ് ആണെന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു മീറ്റിംഗിൽ? 15 പേരുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് മീറ്റിംഗ്? വീട്ടിൽ വെച്ച് നടന്നത്. അപ്പോൾ വീട്ടിൽ ഒരു ഹൗസ് ചർച്ചാണ്? ഹൗസ് ചർച്ചാണ്. ഓക്കെ. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച ഇങ്ങനെ പ്രാർത്ഥന? എല്ലാ ആഴ്ച ഇപ്പോൾ 1.5 മാസമായിട്ട് ഉള്ളായിരുന്നു. ഈ 1.5 മാസം ആയേ ഉള്ളൂ തുടങ്ങിയിട്ട്? അതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് മാറി നമ്മൾ ഹാളിലായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള മാസമായിട്ടുള്ളൊരു ഗ്യാതറിംഗ് ആയിരുന്നു. അത് പിന്നെ വാടകയ്ക്ക് എടുത്തൊക്കെ? അതും വാടകയ്ക്കാണ്, എല്ലാം വാടകയ്ക്കാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഇപ്പം ഇല്ല? ഇല്ല. അപ്പോൾ വീട്ടിലോട്ട് മാറ്റി. അപ്പം നമ്മൾ ആ ഒരു ഹാള് നമുക്ക് ചില മെയിൻ്റനൻസ് വർക്ക് നടക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാലിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബിലീവേഴ്സിനെ പല വില്ലേജിലോട്ടും നമ്മൾ ആരാന മാറ്റി പല ദിവസങ്ങളായിട്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിനിടയിലാണ് പോലീസ് വരുന്നത്? പോലീസ് വരുന്നത്. എത്ര പോലീസുകാരുണ്ടായിരുന്നു? പോലീസുകാർ ഒരു 10 പേരുണ്ടായിരുന്നു. 10 പേരോളം? 10 പോലീസുകാർ വന്ന് നേരെ അങ്ങ് കയറുക? കയറിയാണ്. എല്ലാവരും വന്നില്ല. ഞങ്ങൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ താഴെ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അവർ റോഡ് നിൽക്കുകയായിരുന്നല്ലോ. ബാക്കി എല്ലാ ടീമും, പോലീസ് വണ്ടി, പിന്നെ ഈ പത്രക്കാരും പിന്നെ വിരോധികൾ, സുശേഷ വിരോധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ കയറാനുള്ള സൗകര്യമില്ലായിരുന്നു. ചെറിയ സ്റ്റെപ്പാണ്. അതുകൊണ്ട് എല്ലാവരും മേപ്പോട്ട് താഴെ നിൽക്കുകയായിരുന്നു. കുറച്ച് പോലീസുകാരെ നമ്മളെ മേളിൽ അറസ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്നു. താഴെ കൊണ്ടുവന്ന് വീട് എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ മോളിൽ നിന്ന് നിങ്ങളുടെ പള്ളിക്കകത്ത് കയറി അല്ല ആരാൻ നടക്കുന്നിടത്ത് കയറി വന്നിട്ട് പോലീസ് എന്തോ പറഞ്ഞു? ആദ്യം വന്ന ഉടനെ അവരെൻ്റെ മൊബൈലാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ. കാരണം ഞാൻ വിളിക്കാൻ പാടില്ല എല്ലാം. അതുകൊണ്ട് അവരെൻ്റെ മൊബൈൽ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഇവിടെ ക്യാ ഹോറയെന്ന് ചോദിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്യാ ഹോറ എന്താണ്? വാട്ട് ഇസ് ഗോയിങ് ഓൺ? ഞാൻ പറഞ്ഞു പ്രാർത്ഥന ഹോറ. പറഞ്ഞു ഈ കോൺ അത് അവർക്ക് പെർമിഷൻ ചെയ്യാം എന്നൊരു ആര് നിങ്ങൾ ഇതൊക്കെ? എന്നിട്ട് നോക്കി താഴെ നോക്കി നമ്മുടെ ബൈബിൾ ഇരിക്കല്ലേ, ബൈബിൾ ഇരിക്കുക. ബൈബിൾ ഈ അതായത് എല്ലാവരും വന്നവരുടെ എല്ലാം കൈ ബൈബിൾ ഉണ്ട്. അപ്പോൾ അതാണ് അവർ നോട്ടീസ് ചെയ്തു. പറഞ്ഞു ഈ ബൈബിൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്രയും ബൈബിൾ പേഴ്സണൽ ബൈബിൾ അല്ലല്ലോ, എല്ലാവരും അവരുടെ കയ്യിൽ ബൈബിളാണ്. ഞാൻ ഇത്രയും ബൈബിൾ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു UP-യിൽ? അതാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ബൈബിൾ അവർ ഓൺലൈനിൽ അവൈലബിൾ ആണ്, ആർക്കും വാങ്ങിക്കാം, സാറിനും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ബൈബിളിലേയും തരാൻ പറഞ്ഞു. എല്ലാവരുടെയും ബൈബിള് പാഠപുസ്തകം. ഇപ്പം എൻ്റെ ടേബിളിൽ ഇരുന്ന് ബുക്സുകൾ, ഡിക്ഷണറി, ഒരു ഷെൽഫിൽ പുസ്തകങ്ങൾ, മലയാള പുസ്തകം ഉൾപ്പെടെ ഉണ്ട്. ലിറ്ററേച്ചർ എല്ലാം എടുത്ത് കളക്ട് ചെയ്ത് ഒരു ചാക്ക് നിറച്ചു. അതായിരിക്കും ആ വീഡിയോയിൽ കണ്ട ചാക്കിനകത്ത് ഒരു ചാക്ക്. മറ്റു ചാക്ക്
മറ്റു ചാക്കിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഞ്ചാവൊക്കെ പിടിക്കുന്ന പോലെയാ, പിന്നെ പിടിച്ചിങ്ങനെ ഒന്നിച്ചൊന്ന് പോലീസ് ഫോട്ടോ എടുക്കുന്ന പോലെ രണ്ടൊന്ന് ചാക്ക് കെട്ടുമായിട്ട് പോലീസ് ഫോട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് മുഴുവൻ ബൈബിളാണ്. ബൈബിളോ മറ്റു ചാക്കിനകത്ത് എൻ്റെ ഹോം തിയേറ്റർ വീട്ടിൽ ഉപയോഗിക്കുന്നു, പിന്നെ ഒരു പ്രൊജക്ടർ, പിന്നെ ചെറിയൊരു PS സിസ്റ്റം, 2 ചാക്ക് കെട്ടി കൊണ്ടുപോകായിരുന്നു. അപ്പോൾ എല്ലാം ചാക്കിനകത്താക്കി റോഡിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചവർ. ഓക്കെ. അപ്പോൾ എല്ലാവരും അത് ആ ചാക്ക് നോക്കും. എന്തോ ഈ വിശ്വാസികളൊന്നും അറസ്റ്റ് ചെയ്തില്ലേ? ഇല്ല, അറസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് വിശ്വാസികൾ പറഞ്ഞ എല്ലാവരും വിട്ടോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ആരും കണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ. സ്റ്റേഷൻ ചെന്നിട്ട് എനിക്ക് ഫോൺ തന്നു, പറഞ്ഞു നിങ്ങളുടെ 4 വിശ്വാസികൾ വിളിക്കാൻ പറഞ്ഞു പെട്ടെന്ന് മൊഴിയെടുക്കുന്ന ചോദിക്കാനാണ്. 2 ലേഡീസിനെയും 2 ജെൻസിനെയും വിളിക്കണം. അപ്പം ഞാൻ ഫോൺ ചെയ്തു, 2 ലേഡീസ് വന്നു. ജെൻസിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഒരാൾ വന്നു. അപ്പോൾ ഒരു ലേഡിയോട് ചോദിച്ചു, പുള്ളി അറിയുമോ? പറഞ്ഞ് ഞാൻ അറിയത്തേ ഇല്ല, ഞാൻ ഇന്നാ വന്നേ, ആദ്യമായിട്ട് വന്നാന്ന് പറഞ്ഞു. 8 മാസമായിട്ട് വരുന്ന അവർ പേടിച്ചു പോയി. ഞാൻ ഇന്നാണ് വരുന്നത്, എനിക്ക് ഇന്ന് ജസ്റ്റ് ഇന്നാ വന്നത്, എല്ലാം കാണുമെന്ന് പറഞ്ഞു. മറ്റു ലേഡി പറഞ്ഞ് എനിക്കറിയാം, ഞങ്ങളെ നല്ല കാര്യം പഠിപ്പിക്കുകയും എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി പോയി ഞങ്ങളുടെ വീട് ഡെവലപ്പായി. അവർ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, നല്ല കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മൊഴിയെടുത്ത്. ഓക്കെ. ജെൻസ് ചോദിച്ചു, പുള്ളിക്കാരൻ നമുക്ക് ഫേവറായിട്ട് സംസാരിച്ചു. എന്നിട്ട് അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഓക്കെ. എന്നെ അവിടെ തന്നെ ഇരുത്തി, വിട്ടില്ല. അന്നേരമാണ് മോള് ഒറ്റയ്ക്കായതുകൊണ്ട് മോളെ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചു. പിന്നെ ഈ നമ്മുടെ സഭയിലെ സെക്രട്ടറിയൊക്കെ ഫോൺ ചെയ്തു, നേതാക്കന്മാരൊക്കെ എത്തി അവിടെ, BSPയുടെ ഒക്കെ, അവരൊക്കെ BSPക്കാരാണ്. ഓക്കെ. അവരൊക്കെ അവിടെ എത്തി. പിന്നെ കോംപ്രമൈസ് ടോക്കിങ് തുടങ്ങി. എന്നെ അവിടെ സൈഡിൽ ചാക്കിനകത്ത് ഇരുത്തിയേക്കുമായിരുന്നു. എന്നോട് സംസാരിച്ചൊന്നുമില്ല. ഇല്ല. അവരായിട്ടാണ് സംസാരിച്ചത്. BSP അവിടെ സ്ട്രോങ് ആണോ? അതായത് മായാവതിയുടെ പാർട്ടി സ്ട്രോങ് ആണ്. അവരാണ് നമുക്ക് വേണ്ടി ഇടപെട്ടത്. അതാണ് വിശ്വാസം. എല്ലാം BSPക്കാരാണ്, അവരുടെ പാർട്ടിയല്ലേ. ഓക്കെ. അതായത് ദളിത് കമ്മ്യൂണിറ്റിയാണ് പ്രധാനമായിട്ടും. അവരെല്ലാവരും പിന്നെ BSP ആയിട്ട് ബന്ധപ്പെട്ട്, മറ്റൊരു BJP. അങ്ങനെ 2 വിഭാഗമാണ് അവിടെ. പിന്നെ മുസ്ലിംസ് അവരുടെ ശരിക്കും ഈ മേഖലയില് ഈ ജന്മികളും അങ്ങനെയൊക്കെ ഉള്ള സംഭവം, ജന്മികൾ അവിടെ ഭരിക്കുന്നത്. ദളിതരും ജന്മികളും തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ നിലവിലുള്ളത്. ദളിതുകൾ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത് അവർക്ക് പ്രശ്നം. അതാണ് അവിടെ നമ്മൾ ഈ ദളിതരെയൊക്കെ സഹായിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ട്. അവര് ഈ ജന്മികളുടേതാണോ ഭൂമിയൊക്കെ, അതോ ഭൂമി എല്ലാവർക്കും ജന്മികൾ കൂടുതലാണ്. അവിടെ ജോലി ചെയ്താൽ ഇവർക്ക് തന്നെ കൂലി കിട്ടും. ലേഡീസിന് 200 രൂപ. 200 രൂപയുള്ള ഒരു ദിവസത്തെ കൂലി. ജെൻസിന് 350, 400. മാക്സിമം 400. ഇതാണ് അവിടുത്തെ UP കൂലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാ കാലത്തും ഒന്നും ജോലിയില്ലല്ലോ. ഈ കൃഷി ഇറക്കുന്ന കാലത്തും അല്ലെ കൊയ്ത്തിന്റെ കാലത്തും ഒക്കെ അല്ലേ ജോലിയുള്ളൂ. സീസൺ അനുസരിച്ച്. ഓക്കെ. ജോലിയുള്ളൂ. അതായത് ഒരു കർഷകൻ അല്ല ഈ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കൊരു 10, 80, 100 ദിവസത്തെ ജോലിയെ കാണത്തുള്ളൂ ഒരു വർഷം. അതുകൊണ്ട് വേണം ഇവർ ജീവിക്കാൻ. പിന്നെ ഇവർക്ക് അവരുടേതായ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ കാണുമായിരിക്കും അല്ലേ. കന്നുകാലി വളർത്തും. ആട് കൃഷി, ആടിനെ വളർത്തുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. ആടിനെ വളർത്തി വിൽക്കുക, അതൊരു കൃഷി. പശുവിനെ ഒന്നും വിൽക്കാനും ഒക്കത്തില്ല. ഇല്ല. വളർത്തിയാലും വിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ. നമുക്ക് തിരിച്ചു വന്നാൽ ഈ ജയിലിൽ ചെന്നിട്ട് അവിടെ എന്തോ അവർ ചോദിക്കുന്നത്? ജയിലിൽ ചോദിപ്പൊന്നുമില്ലായിരുന്നു. ഇല്ലായിരുന്നു. ചോദ്യങ്ങളൊന്നുമില്ല. അങ്ങനെ പേഴ്സണലായിട്ട് ചോദിപ്പൊന്നുമില്ല. നമ്മൾ ജയിലിൽ നമ്മൾ ശിക്ഷിക്കപ്പെട്ടിട്ടിരിക്കുന്ന പോലെ. അല്ലാതെ ശരിക്കും അങ്ങനെ ഒരു ചോദ്യം അതെല്ലാം ഒന്നുമില്ല. അവര് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് നമ്മളെ പിന്നെ ജയിലിൽ അടയ്ക്കുക ചെയ്തത്. പിന്നെ ഈ കോടതി കൊണ്ടുപോയില്ലേ? സോറി, അത് നമ്മളെ സ്റ്റേഷനിൽ നിന്ന് പിറ്റേ ദിവസം എന്നെ വിലങ്ങൊക്കെ വെച്ച്. അല്ല, ആദ്യത്തെ ദിവസം ഈ ജയിലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അല്ലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. അവർക്കും അറിയാം അത് കുഴപ്പക്കാരനൊന്നും അല്ല, അവർക്കും അറിയാം. പക്ഷെ എന്നെ അവിടെ അവർ പിന്നെ ആഹാരം തരാതെ 2 ദിവസം ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ആരാന്ത ഇരുത്തി കളഞ്ഞു. അത് കോടതി ജയിലിൽ പിന്നെ എന്തോ ആഹാരം ഉണ്ടായിരുന്നു പറയാം. വൈകിട്ട് ഒരു സമോസ കൊണ്ടുവന്ന് എന്നെ പിറ്റേന്ന് നടത്തിക്കൊണ്ടാണ് അവർ 1/2 കിലോമീറ്റർ എന്നെ നടത്തിക്കൊണ്ടാണ് കൊണ്ടുപോയത് കോടതിയിലുണ്ട്.
അത് ഈ ചങ്ങലയൊക്കെ ഇട്ടു. ആ ചെങ്ങല മാത്രമല്ല, ചെങ്ങല ഇട്ടിട്ട് പിന്നെ നല്ല ഒരു ചെറു വടം കയറ് കെട്ടി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ എങ്ങനെ ചങ്ങല എങ്ങനെ ഇട്ടിരുന്നത്? വെറുതെ കൈ കൂടോ? വലത്തെ കൈലെന്ന് ഇട്ടിട്ട് ആ ചെങ്ങലക്കകത്ത് തന്നെ ഒരു കയറ് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നത് പബ്ലിക്കില്. നാട്ടുകാരൊക്കെ എല്ലാവരും കണ്ടു. അങ്ങനെയാണ് അവിടെ കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് സാധാരണ. അതൊക്കെ ഞാൻ സ്റ്റേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൊക്കെ. പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ട് അങ്ങനെ ധാരാമണിക്കൂർ നടത്തിക്കൊണ്ടുപോയി, 1/2 കിലോമീറ്റർ നടത്തി എന്നെ കൊണ്ടുപോയത്. കോടതി കൊണ്ടുവന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? കോടതി വല്ലതും ചോദിച്ചോ? ചോദിച്ചു, ആപ്കോ വക്കീൽ ഹേ, അത്രയേ ഉള്ളൂ ചോദിച്ചുള്ളൂ. നമ്മളൊന്നും പറയാനുള്ള അവസരം തന്നില്ല. വക്കീൽ ഉണ്ടായിരുന്നു? നമുക്ക് ഉണ്ടായിരുന്നു. ADF-ന്റെ വക്കീൽ എത്തിക്കഴിഞ്ഞു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പിറ്റേന്ന് അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ. അവരിടപെട്ടിട്ടും നമുക്ക് ജാമ്യം കിട്ടിയില്ല. എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്? അവിടെ ഇങ്ങനെ ഒരു ദിവസത്തെ 14 days എന്നാണ് പറഞ്ഞത്. പക്ഷേ 52 days 52 ദിവസം ജയിലിൽ കിടന്നു. അവിടെ പിന്നെ റിമാൻഡിൽ തന്നെ 4-5 വർഷം ആൾക്കാർ കിടപ്പുണ്ട് റിമാൻഡ് തന്നെ. ആണല്ലേ? അല്ല, എന്നിട്ട് ഈ ജയിലിൽ വേറെ തടവുകാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. വലിയ ജയിലാണോ? വലിയ ജയിലാണ്. 2 ഡിസ്ട്രിക്ട് ചെയ്ത ഒരു ജയിലാണ്. വലിയ ജയിലാണ്. ഡിസ്ട്രിക്ട് ജയിലാണ്. അവിടെ എന്നിട്ട് അവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ചെന്ന സമയത്ത് ഫസ്റ്റ് ഡേയിലൊക്കെ ചില ഭീഷണി സ്വരങ്ങളൊക്കെ ഉയർന്നായിരുന്നു. കാരണം ഞാൻ വരുന്നതായിട്ട് അവർ അറിഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ ടെലിവിഷൻ ഉണ്ടല്ല എൻ്റെ വീഡിയോ ഒക്കെ അവര് കണ്ടു, ഇങ്ങനൊരു പാതിരി വരുന്നുള്ള കാര്യം. അപ്പോഴിങ്ങനെ എന്നെ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്ന് നിനക്ക് തന്ന പരിപാടി ഇന്ത്യയിൽ പറഞ്ഞു നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദിഖായെന്ന് പറഞ്ഞു. അത് പോലീസാണോ അതോ തടവുകാർ? പോലീസ് ഒന്നും ഉപദ്രവിച്ചൊന്നുമില്ല. തടവുകാര് എല്ലാം ഈ അനുഭവികളല്ലേ. ജയിലും അവരുടെ കസ്റ്റഡി തന്നെയാണ്. ഈ പോലീസ് സ്റ്റേഷൻ മുതൽ എല്ലാം അവരുടെ ഭരണത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. കംപ്ലീറ്റ് അവരാണ്, അവിടുത്തെ പോലീസുകാർ ഉൾപ്പെടെ കംപ്ലീറ്റ് കൺട്രോളിങ് അവരാണ്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ 3ാമത്തെ ദിവസം ജില്ലാ ജഡ്ജ്, DGP, അവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാ മാസം വിസിറ്റ് ചെയ്യും ഈ തടവുകാരെ കാണാൻ. അപ്പോൾ ഞാൻ കിടന്ന ക്യാമ്പസിൽ കോമ്പൗണ്ടിൽ 300 തടവുകാരായിരുന്നു പല ഹാളിലായിട്ട്. അപ്പോൾ ഞാൻ 300 പേരെ അവരിങ്ങനെ പരേഡ് നിർത്തി അത് അനൗൺസ്മെൻറ്റ് ചെയ്യും, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ജഡ്ജും മറ്റ് ഒഫീഷ്യൽസും എല്ലാം നടന്നു വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവരെന്നെ വാച്ച് ചെയ്തു. അപ്പോൾ ഞാൻ വെൽ ഡ്രസ്ഡ് ആയിരുന്നു. സൺഡേയിൽ ആരാധന കഴിഞ്ഞാൽ അതേ ഡ്രസ്സ് ഇടുന്ന ചെല്ലുന്നത്, ഷൂസ് ഉൾപ്പെടെ. 3-ാം ദിവസമാണ് ജഡ്ജി ഇയാൾ വരുന്നത്. അന്നേരം ഈ ഡ്രസ്സ് അല്ലെന്നും വേറെ ജയിലിൽ വേറെ ഡ്രസ്സ് കിട്ടിയില്ല. കാരണം ജയിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഡ്രസ്സുള്ളൂ, അല്ലാത്തവർക്ക് ഡ്രസ്സില്ല. റിമാൻഡുകാർക്ക് നമ്മൾ ഡ്രസ്സ്, ട്രൗസർ, അങ്ങനെയുള്ള ഡ്രസ്സ് നമുക്ക് കൊണ്ടുവരണം, ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ജഡ്ജി നോക്കി എന്നെ വേറെ ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് അവർക്കറിയാമല്ലോ, നമ്മൾ നോർത്ത് ഇന്ത്യൻ മനസ്സിലായി. ചോദിച്ചു, ആപ് കഹാ സേ, വേർ ആർ യു ഫ്രം? ഞാൻ ഇംഗ്ലീഷിലാണ് റിപ്ലൈ ചെയ്തത്, ഐ എം ഫ്രം കേരള. കേരള? ഇവിടെ എന്താ വന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ചർച്ച് പ്രീസ്റ്റാണ്, ഐ എം ചർച്ച് പ്രീസ്റ്റ്. പറഞ്ഞിങ്ങനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനെ കൂടെ നിന്ന് പോലീസുകാരുടെ പറഞ്ഞു, ഈ ചർച്ച് പ്രീസ്റ്റ്, പുള്ളിക്ക് ബുദ്ധിമുട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇവിടെ ജഡ്ജി പറഞ്ഞു, എന്നോട് യു ഹാവ് എനി പ്രോബ്ലം ഹിയർ, എനി ഡിഫിക്കൽട്ടീസ്? അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ പോലെ മാറ്റിത്തരണം, ഭയങ്കര കിടക്കാൻ സ്ഥലമില്ല അവിടെ, നല്ല റഷായിരുന്നു, വളരെ സഫോക്കേഷൻ ഉണ്ടാവും. പിന്നെ അവരുടെ പുകവലിയും അവിടെ തമ്പാക്ക് ഉണ്ടല്ലോ അവരുടെ UP-കാരുടെ. അപ്പം അവിടെ യാതൊരു വൃത്തിയില്ലാത്തൊരു ഹാളായിരുന്നു. അന്ന് നിറച്ച് റഷാണ്. ഹാളിനകത്ത് 100 പേരെങ്കിലും കാണും. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ മാനേജ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരന് എനിക്ക് വേറെ അന്ന് തന്നെ. അപ്പോൾ ഞാൻ ഈ ടോക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അത് മുന്നും എന്നെ ശ്രദ്ധിക്കുമായിരുന്നു, ഒഫീഷ്യൽസും തടവുകാരെല്ലാം. ഒരു 2 മിനിറ്റോളം സംസാരിച്ചു.
എന്നിട്ട് ആഹാരത്തെ പറ്റി സംബന്ധിച്ചു, ആഹാരം എവിടുത്തെ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ കേരളക്കാർ അധികം ചോറ് കഴിക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഫുൾ ഇംഗ്ലീഷ് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ യു ആർ ഗെറ്റിംഗ് എനഫ് റൈസ് എന്നൊക്കെ ചോദിച്ചു. വളരെ നല്ല ഫ്രണ്ട്ലി സംസാരിച്ചത് ആ ജഡ്ജ്. എന്നിട്ട് പിന്നെ അവർ വേറെ മാറ്റി തന്നു, കിടക്കാൻ സ്ഥലം തന്നു. ഈ ഇമാരടക്കുന്ന മാറ്റി എന്നെ ഒരു നല്ല വേറൊരു ഹോളിലോട്ട് മാറ്റി. അവിടെ 40 പേര് മാത്രമേ ഉള്ളായിരുന്നു. അതാണ് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ കിടക്കുന്ന സ്ഥലം. നമുക്ക് ഇഷ്ടം നല്ല കിടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അവിടെ കുറച്ച് സ്വാമിമാരെ, മൗലവി, അങ്ങനെയുള്ള കുറെ മറ്റു മതത്തിലെ പ്രീസ്റ്റും കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ പായോ സംവിധാനം അങ്ങനെ ഇല്ല. പായല ഒരു ഷീറ്റ്, ഒരു നമ്മളൊരു ഷീറ്റ് പോലെ ഡയറി അതുപോലെ കട്ടികളൊന്നും അല്ല. അപ്പം നല്ല തണുപ്പിന്റെ സമയമല്ലായിരുന്നു ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ? അതോ തണുപ്പ് സമയമായിരുന്നു. നമുക്ക് അതുപോലെ ഒരു ചെറിയൊരു പുതയ്ക്കാനും തരും, ഒരു പുതപ്പ് ഉണ്ടായിരുന്നു. തണുപ്പ് കുറഞ്ഞ സമയമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫുഡ് എന്തുമായിരുന്നു? ഫുഡാണ് രസം. ഫുഡ് വളരെ മോശമായ ഫുഡായിരുന്നു. ജയിലിലെ ഫുഡ്, കേരളത്തിലെ ജയിലിലൊക്കെ നല്ല ഫുഡാണ്. അങ്ങനെ ഞാൻ കൂടെ ചെല്ലുന്നത് എൻ്റെ മനസ്സിലാ ഫുഡൊന്നും കിട്ടുമല്ലോ. ജസ്റ്റ് അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഈ കാര്യം കിട്ടുന്ന ഒരു ഷേപ്പും ഇല്ലാത്തവർ ചപ്പാത്തി, അത് പകുതി വേവിക്കത്തുള്ളൂ. എല്ലാം കറികളും ഈ റൈസ് ഉൾപ്പെടെ പകുതി വേവിക്കത്തുള്ളൂ. പിന്നെ ഒരു ഡാല്, പരിപ്പ്, ഒരു ചാറ്, പിന്നെ ഈ നമ്മുടെ ഈ ബീട്രൂട്ട് പുഴുങ്ങിയത്, പിന്നെ കിഴങ്ങ് പുഴുങ്ങിയത്. അല്ല ഈ എണ്ണ ഒഴിച്ചുള്ള കറികളൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ വേവിച്ച് തരത്തേ ഉള്ളൂ. പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പച്ചമുളക് തരും, ഒരു ഉള്ളി, ഒരു ടൊമാറ്റോ നമ്മൾ ചട്നി ആക്കിക്കൊണ്ട്. അതാണ് അവിടുത്തെ സ്പെഷ്യൽ സംഭവം. എല്ലാവരും അതാണ് കഴിക്കുന്നത് ഈക്വലി, എല്ലാ തടവുകാർക്കും. ഓക്കെ, ചായ വല്ലതും കിട്ടുമോ? ചായയൊക്കെ ഭയങ്കര രസമാണ്. വെള്ളമാണ്, മഴവെള്ളം പോലെ വെള്ളം. ഓക്കെ, അപ്പോൾ ഈ ജയിലിൽ കൂടെ കിടന്ന പിന്നെ തടവുകാരുമായിട്ടൊക്കെ പിന്നീട് ഈ 19 ദിവസം കിടന്നപ്പോഴത്തേനും നല്ല ബന്ധമായി. അവരെ എങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു? അവരുടെ പ്രതികരണം എന്തുമായിരുന്നു? ജയിലിനുള്ളിൽ എനിക്ക് ദൈവം സഹായിച്ച് നല്ല റെസ്പെക്റ്റും ഒക്കെ കിട്ടി. അല്ല, ഈ കൂടെ കിടന്ന തടവുകാർ എന്തൊക്കെ കുറ്റം ചെയ്തവരൊക്കെയാണ്? എൻ്റെ കൂടെ അടുത്ത് കിടന്നൊരു സ്വാമിയാണ്. 4 പേരെ തട്ടിയിട്ട് വന്ന് വെടിവെച്ച്. ഡോണാണ് പുള്ളി, ഡോൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. സ്വാമിയാണ്. അങ്ങനെ ഈ സെയിം ഫുഡാണ് കിട്ടുന്നത് എല്ലാവർക്കും സെയിം ഫുഡാണ്. പിന്നെ നമുക്കൊരു പൈസ, ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ. ഈ കാശ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 30 രൂപ കൊടുത്താൽ ഒരു സ്പൂണ് തോരൻ കിട്ടും. അതൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് അവർ ചെയ്യുന്നതാണ് പോലീസുകാർ. എന്നിട്ട് ഈ തടവുകാരിലെ ആളുകളുമായിട്ടുള്ള എനിക്ക് കണക്ഷൻ ആയി കഴിഞ്ഞു. പിന്നെ ചെന്നപ്പോഴേ അവർ അറിഞ്ഞിങ്ങനെ ആൾ വരുന്നത് മുസ്ലിം വിഭാഗത്തിലൊക്കെ എന്നോട് പിന്നെ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ സിക്കന്ദപ്പൂരിൽ ഒരു മുസ്ലിം വിഭാഗത്തിലെ പുള്ളി എന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവരെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പിന്നെ ഒരു അശോക് കുമാർ യാദവ് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ വളരെ എന്നെ സപ്പോർട്ട് ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയണം, അത് ദൈവത്തിൻ്റെ കൃപ. പുള്ളിക്കാരൻ ഞാൻ സാറേ ഇതുപോലെ എനിക്ക് ഇന്നെല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. മറ്റ് ജയിലിൽ ഉള്ളിൽ തന്നെ നമുക്ക് പോകാൻ വ്യവസ്ഥയില്ല, നിയമം അവിടെ പെർമിഷൻ ഇല്ല. ഞാൻ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ ജയിലിൻ്റെ ഡോർ തുറക്കുമ്പോൾ അതിലും 1000 കണക്കിന് കിടക്കുകയാണ്. നമ്മളതൊന്നും കാണാൻ പറ്റത്തില്ല. വേറെ മതിൽക്കെട്ട്, ഒരു മതിൽക്കെട്ടല്ല, അതിനകത്ത് തന്നെ 4 മതിൽക്കെട്ടാണ് ആ ജയിലിനകത്ത്. 4 വലിയ ഗേറ്റ് കടന്നാൽ നമ്മൾ ജയിലിന് ഉള്ളിൽ ചെല്ലത്തുള്ളൂ. വലിയൊരു സംഭവമാണ് ജയിലിനകത്ത് തന്നെ. നമ്മൾ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് 2-3 ജയിലിൽ സന്ദർശിക്കാനുള്ള പെർമിഷൻ കിട്ടി. മറ്റിടത്തേക്ക് കുടിയും കുർബാനൊന്നും വിട്ടില്ല, നമ്മളെ പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ ചെന്നപ്പോഴാണ് ഒരാൾ ബൈബിൾ വായിക്കുന്നത്. ഒരു ബൈബിൾ കണ്ടു, ഫുൾ ബൈബിൾ ഹിന്ദി, മൂലയിരുന്നാൾ ഇങ്ങനെ വായിക്കുകയാണ്. വളരെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തോന്നി, സന്തോഷമായി. ബൈബിൾ കണ്ടല്ലോ അവിടെ ഇരുന്ന് ഞാൻ പിള്ളേർ എങ്ങനെ ബൈബിൾ പരിചയപ്പെട്ടു. പുള്ളിക്കാരന് ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. ഒറിജിനൽ പുള്ളി UP-കാരനാണ്, മാവോയിസ്റ്റ് പെട്ടതാണ്. അങ്ങനെ പണ്ട് ഇവിടെ അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്ന അടിയും കൊലപാതകം നടന്ന് രക്ഷപ്പെട്ടു ഓടി പോയ പോക്കാണ്. ഹൈദരാബാദിൽ വന്ന് 15 വർഷം അടുത്ത് താമസിക്കുമായിരുന്നു. പോലീസ് ഇവർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പുള്ളിയുടെ വൈഫ് ചർച്ചിൽ പോയി തുടങ്ങി ഹൈദരാബാദിൽ. അങ്ങനെ വീട്ടിൽ ബൈബിൾ വന്നു.
അപ്പോൾ പുള്ളിക്കാരനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഒളിവിലാകേണ്ട ആദ്യം കറങ്ങി നടക്കത്തില്ല, വീട്ടിൽ നിന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ബൈബിളിലോട് ഇൻട്രസ്റ്റ് ആയി. പക്ഷെ പോലീസ് പിന്തുടർന്നു, പുള്ളി പിടിച്ച് ഒരു കൂട്ടരെ അങ്ങ് ഡൽഹിക്കാണ്ട് കൊണ്ടുപോയി. വേറെ ഈ കക്ഷിയും പുള്ളിയുടെ കൂടെയുള്ള വേറെ 2 പേരുണ്ട്, ഇവരെ ഈ ജയിലിൽ കൊണ്ടിരുന്നു. അത് വലിയ വകുപ്പുകളൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ അങ്ങ് ഡൽഹിയിലോ തിഹാർ ജയിലിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്, NIA. അപ്പോൾ പുള്ളി ബൈബിളും കൊണ്ടാണ് നേരെ ജയിലിലോട്ട് വന്നത്. ബൈബിളിൽ പെർമിഷൻ ഇല്ല അവിടെ, പക്ഷെ പുള്ളിക്കാരൻ പെർമിഷൻ കിട്ടി. കാരണം മാവോയിസ്റ്റ് ആയതുകൊണ്ടും പിന്നെ അവരോട് അധികം ഒന്നും പോലീസ് തർക്കിക്കത്തില്ല. പുള്ളിക്ക് നേരെ ബൈബിൾ കൊണ്ടാണ് വന്നത്, ബൈബിൾ വായിക്കുകയാണ്. അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ നീഗ്രോസിനെ കണ്ടു, 3 നൈജീരിയൻസ്, അവരും സെല്ലിൽ കിടക്കുന്ന കണ്ടായിരുന്നു. 3 വർഷമായിട്ട് കിടക്കുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് മയക്കുമരുന്നല്ല, ഈ ഓൺലൈൻ തട്ടിപ്പ്, ഇത് ബാങ്ക് മൊത്തത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോയി. 300 CR എല്ലാം അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളെ ചെയ്തില്ല, ഇന്നസെൻ്റ് ആണ് എന്നൊക്കെ അവർ പറയുന്നു. അവരെല്ലാം കാത്തലിക്സ് ആണ്, അവർ മാല കിട്ടുന്നുണ്ട്, കുരിശുമാല കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ അപ്പം സത്യത്തിൽ ജയിലിലെ അനുഭവം എന്ന് പറയുന്നത് ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നോ ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോൾ? എന്നെ രാത്രി കൊണ്ട് അല്പം ഭയപ്പെട്ടു പോയി. ആ മതിലും ഗേറ്റും എവിടെ കൊണ്ടുപോകണം, ഇങ്ങനെ ഓരോ ഗേറ്റുകൾ തുറന്ന് നമ്മൾ കൊണ്ടുവന്നത്. അവിടെ എല്ലാം പോലീസ് നിൽക്കുകയാണ്. ഓരോ ഡോറ് തുറന്ന് 4-5 ഡോറിന് ഉള്ളിലാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഒരു ഭയം വരും, എവിടെ കൊണ്ടുപോകാൻ ചിന്തിക്കും. നമ്മൾ എത്തുന്നില്ല, നടന്ന് കൊണ്ടുപോകാം. മെയിൻ ഗേറ്റിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മാനസിക പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയായി തീരും എന്നുള്ളൊരു അവസ്ഥ. ഈ ജയിലിൽ ആരോടെങ്കിലും സുവിശേഷം പറയാൻ? സുവിശേഷം പറയും. 52 ദിവസം, ആദ്യത്തെ 10 ദിവസം നമ്മൾ അവിടുത്തെ സൈലന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ താരവട്ടം മാറി എന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും വളരെ റെസ്പെക്ട് ആയിരുന്നു. പറഞ്ഞപ്പോൾ അവര് കരയാണ്. കരയെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് സുരക്ഷിതം പറയാൻ, ജയിലാണ്. കാരണം അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിരാശരായി കിടക്കുകയാണ്, രോഗികളായിട്ട് കിടക്കുകയാണ്. ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. ആ പോലീസുകാർ അവിടെ എപ്പോഴും കിടക്കണ, പിന്നെ ഭയങ്കര അടി കിട്ടും. അപ്പം അതുകൊണ്ട് സമാധാനമാണ്. അവിടെ അടിന്ന് ഭയങ്കര അടി അടിക്കുന്നത്, കൈ കെട്ടി. അവിടെ ഒരു ഏറിയുണ്ട്, അതിന് ശൈത്താൻ ചൗക്ക് എന്നാണ് പറയുന്നത്. അതിന് പേര് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതുപോലെ ആരെങ്കിലും അടിയോ ഉന്നത്തുള്ള നടന്നാൽ അവർ 2 പോലീസുകാർ അടിച്ച് ശരിപ്പെടുത്തും. അത് ഭയപ്പെട്ട് ആരും ഒന്നും ചെയ്യത്തില്ല. ഈ ജോസ് തോമസ് എന്നല്ലേ പേര്? യെസ്. പിന്നെ ഈ UP-യിൽ ഈ ജോസ് എന്ന പേരുള്ളവരെ എല്ലാം പിടിച്ചകത്തിടുക എന്ന് തോന്നുന്നു. ജോസ് തോമസ്, ജോസ് പാപ്പച്ചൻ, ജോസ് പുല്ലുവഴി, ഇങ്ങനെ മലയാളികളായിട്ടുള്ള 3 പേര് ജയിലിൽ കിടന്ന് 50 ദിവസം വീതമൊക്കെ കിടന്ന ആളുകൾ 3 പേരും ജോസാണ്. അതുപോലെ ചർച്ചയായി, ഇന്ത്യയിലെ ചർച്ചയായി. ജോസൊക്കെ മുങ്ങ കിടന്നു, ജോസിന് പേരുള്ളവരൊക്കെ. അതൊരു ഓക്കെ. ഇതെല്ലാം ആക്സിഡൻ്റലി സംഭവിച്ചത്, അല്ലാതെ പേരുകൊണ്ടൊന്നും അല്ല. എന്നാലും അതൊരു രസകരമായൊരു. അതെ. പിന്നെ ഈ ജയിലിൽ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റിയേ? ഞാൻ ജയിലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പുറത്ത് നമ്മളെ എനിക്കൊന്നും അറിയത്തില്ലാണ്, എന്താണ് സംഭവം. ആരുമായിട്ടും ബന്ധമില്ല, ഒരു ബന്ധവും. സന്ദർശിക്കാനൊന്നും വരുന്നില്ല. സന്ദർശിക്കാനൊക്കെ ലോക്കൽസ് വരുന്നുണ്ടായിരുന്നു, പാസ്റ്റർമാരൊന്നും വന്നില്ല പെട്ടെന്ന്. കാരണം അവർ ചോദ്യം ചെയ്യും, നല്ല ചോദ്യം ചെയ്യാൻ നമ്മളെ പറ്റത്തുള്ളൂ അവിടെ. നമ്മൾ ഐ ഡി ഒക്കെ അന്വേഷിച്ചിട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ ഈ പ്രശ്നത്തിൽ ഈ പാസ്റ്റേഴ്സിനും ഒക്കെ ബുദ്ധിമുട്ടാണ് സന്ദർശിക്കുക. ADF-കാർ ഇടപെട്ടല്ലോ, അന്നേരം അവരുടെ വക്കീലൊക്കെ വന്നില്ലേ അടുത്ത്? അതോ ADF-ന് വക്കീൽ വന്നായിരുന്നു? വക്കീലിനൊക്കെ വരാം, ഒരു പ്രാവശ്യം വന്നുള്ളൂ. പക്ഷേ അവിടെ അവർ നിയമസഹായങ്ങളെ ഉള്ളായിരുന്നു, അത്രേ ഉള്ളൂ. വക്കീൽ ലോക്കൽ അവിടുത്തെ തന്നെ കോർട്ടിൽ ഹർഷ് നാരായണൻ എന്ന വ്യക്തിയിലായിരുന്നു, ഹിന്ദിക്കാരനായിരുന്നു, ലീഡിങ് അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ADF-ൻ്റെ നിയമസഹായങ്ങൾ കംപ്ലീറ്റ് അവരായിരുന്നു അതിനുള്ള. ഓക്കെ. അപ്പോൾ ഈ ജയിലിൽ കിടന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമുക്ക് ഇതുപോലെ 2000 രൂപ അടയ്ക്കണമായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഈ ആഹാരം വാങ്ങാനൊക്കെയുള്ള, പിന്നെ സോപ്പ്, എണ്ണ, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങാനുള്ള. വലിയ ക്യാൻറ്റീനൊന്നുമില്ല, ചെറിയ ഒരു മൊബൈൽ ക്യാൻറ്റീൻ പോലെ ഒരു ചാക്കിനകത്ത് കൊണ്ട് നിർത്തി. മനസ്സിലായി. ബിസ്ക്കറ്റും അങ്ങനെ ബിസ്ക്കറ്റ് കിട്ടും. പിന്നെ പുറത്തുള്ള ആഹാരങ്ങൾ അലവല്ല, ഫ്രൂട്ട്സ് കൊണ്ടുവരാം. സന്ദർശിക്കുന്നവർക്ക് നമുക്ക്
ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെ ഒരു കടല, അല്ലാതെ മറ്റു ഉള്ള ആഹാരങ്ങളൊന്നും, കുക്ക്ഡ് ഫുഡ്സ് ഒന്നും കൊണ്ടുവരാൻ തന്നെ. ഓക്കെ. എനിവേ, പിന്നെ അങ്ങനെ ജയിലിൽ കിടന്നു, അവിടുന്ന് ഇറങ്ങിയ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എങ്ങനെ ഇറങ്ങാൻ പറ്റിയത്? പിന്നെ ഇടയ്ക്കൊരു അഡ്വക്കേറ്റ് വന്ന് പറഞ്ഞ ബെയിലിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെയിൽ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. നമുക്ക് 15 days ഒക്കെ എന്നോട് പറഞ്ഞത് വക്കീൽ ആ ദിവസം. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. നമ്മുടെ ഡേറ്റുകളൊക്കെ അവിടെ ഈ ഹോളിഡേയ്സിൻ്റെ അകത്തായിപ്പോയി. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഡേറ്റ് ആയപ്പോൾ നമ്മുടെ ആ ജയിലിൽ അവധികൾ, അതായത് 2 വക്കീലന്മാർ ഡേറ്റിൽ ഒരു ഡേറ്റ് ലാപ്സ് ആയി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് വരെ ദിവസം പിന്നെയും കുറേ ദിവസങ്ങളെടുക്കും. അപ്പോഴങ്ങനെ നീണ്ടുപോകാൻ കാരണം. പിന്നെ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇപ്പം നമ്മുടെ 2 ആൾജാമ്യം വേണം, ലോക്കൽ. ആരും വിശ്വാസമുള്ളവരും അടുക്കുന്നത് കിട്ടിയില്ല. എല്ലാവരും വിശ്വാസമുള്ളൊക്കെ ജാമ്യം നിൽക്കാൻ തയ്യാറാകുന്നില്ല. അവരെല്ലാം പേടിച്ചു പോയി. അപ്പോൾ അവരെ ഭയപ്പെടുത്തി, നിങ്ങൾ ജാമ്യം നല്ല കേരളക്കാരനാണ്, പുള്ളി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലാകും. പിന്നെ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് മറ്റു ചർച്ചയിലെ ഏതോ വിശ്വാസികളാണ് നമുക്ക് ജാമ്യം നൽകുന്നത്. ഇന്നുവരെ എന്നെ കാണിയോ, ഞാൻ അവരെ കണ്ടിട്ടില്ല. അവർ മുമ്പോട്ട് കടന്നത് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ലോക്കലിലായിട്ടുള്ള വേറെ ചർച്ചിൽ ബിലീവേഴ്സ് വന്നാണ് ആൾജാമ്യം തന്നെ നടക്കിയത്. ഇപ്പോൾ എന്തോ ജാമ്യ വ്യവസ്ഥ എന്തുവാ? ജാമ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മതങ്ങളെ, അവരുടെ മതത്തെ ആക്ഷേപിക്കരുത്. നമ്മളങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല, അവർ അങ്ങനെ പറയാണ്. ആരോപണങ്ങൾ. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇടപെടരുത്, പ്രാർത്ഥന നടത്തരുത്. ഇനി എന്നാ കോടതി പോകേണ്ടി? അത് വക്കീൽ അറിയിക്കും. 2 മാസം കഴിയുമെന്ന് പറഞ്ഞു ഫസ്റ്റ് അപ്പിയറൻസ്. ഈ പിന്നെ ഇങ്ങനൊരു കേസിൽ അകപ്പെട്ടു, ഭയപ്പെട്ടു പോയി, ഇങ്ങനൊരു സാഹചര്യത്തിൽ 52 ദിവസം 54 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. UP വിട്ടു പോകാനായിട്ട് തീരുമാനമെടുത്തോ? അതോ? എനിക്ക് UP വിടാനോ നോർത്തിനോ യാതൊരു ആഗ്രഹമില്ല. പക്ഷേ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പം നമ്മൾ പെർമിഷൻ ഇല്ല ചെല്ലാനായിട്ട്. അവിടെ പോകാൻ പറ്റത്തില്ല. ഇനി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടുന്നത് വക്കീലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംഘടനക്കാരും ഇപ്പോൾ ആ പർട്ടിക്കുലർ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോകണ്ടെന്നോ? ഏത് പ്രസ്ഥാനത്തോട് ചേർന്നവർ? ഇമ്മാനുവൽ ഫെലോഷിപ്പ് ചർച്ച് പാട്ന, ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇമ്മാനുവൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. വലിയൊരു നോർത്തിൻ്റെ ലീഡിങ് മിനിസ്ട്രിയാണ്. അവരുടെ വർക്കറായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഈ മോളിപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ആയിരുന്നു. ഇപ്പം എന്ത് ചെയ്യും മോള്? മോളിത് സംഭവത്തോടെ നമ്മൾ പഠിത്തം അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. മോളെ പിന്നെ അവിടെ നിന്ന് ബീഹാറിൽ കൊണ്ടുവന്നു. അവിടുത്തെ അവിടെ ഹോസ്റ്റലിലും അവൾ സംരക്ഷിക്കുകയായിരുന്നു, പാട്നയിലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ നാട്ടിൽ വന്നിട്ടുണ്ട്. മോളെ കൂടെ കൊണ്ടുവരേണ്ടിയായിരുന്നു. ഐ എം സോറി, റിയലി സോറി. ഓക്കെ. എനിവേ, ദേവദാസിൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങൾ, അതിനെ നേരിടാനൊക്കെ ദൈവം കൃപ തന്നു. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എന്തുവാ? ഇനി നമ്മുടെ മിഷൻ കണ്ടിന്യൂ. തീർച്ചയായിട്ടും. നമ്മൾ നോർത്തിൻ്റെ ഡെഡിക്കേറ്റാണ്, ക്രിസ്തുവിന് മരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. കാരണം സുശേഷ വേലയാണ്. അടിവെള്ളം, ജയിലിൽ പോകാൻ, മരിച്ചാലും പിന്മാറത്തില്ല. ഒരിക്കലും നെവർ. പിന്മാറുന്ന ചരിത്ര സവാൽ ചോദ്യങ്ങളെ ഉദിക്കുന്നില്ല. ഇല്ല. ധൈര്യമുണ്ട്. ഓക്കെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പാസ്റ്റർ ജോസ് തോമസിനെ ഓർക്കുക. അദ്ദേഹം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഉത്തരേന്ത്യ വിട്ടു പോകുവാനോ സുവിശേഷ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുവാനോ തയ്യാറല്ല. കഠിനമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. 54 ദിവസങ്ങൾ ജയിലിൽ കിടന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും ഉത്തരേന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായി പോകുവാനുള്ള തീരുമാനത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.